കണ്ണൂർ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാണ്. കോഴിക്കോട് BLAമാരുടെ കളക്ടറേറ്റ് മാർച്ച് തുടങ്ങിയിരിക്കുന്നു. 25,000-ഓളം BLOമാരാണ് പണിമുടക്കി പ്രതിഷേധിക്കുന്നത്. അനീഷിന്റെ സംസ്കാരം ഇന്നുച്ചയ്ക്ക് ശേഷം നടക്കും. വനിതാ BLOമാരുടെ അവസ്ഥ ദയനീയമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് ശരിയല്ല എന്നും NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ പറഞ്ഞു. വനിതാ ജീവനക്കാരെ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ വോയിസ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ വളരെ ദയനീയവും. ആ രീതിയിലാണ് വനിതാ ജീവനക്കാർ ഇതിനകത്ത് അനുഭവം. വനിതകളായിട്ടുള്ള ജീവനക്കാർ ഹസ്ബൻഡിനെയും കൂട്ടി ലീവും എടുത്ത് അതുമാത്രം അതിനുമപ്പുറത്തേക്ക് ചില മേഖലകൾ പരിചയമില്ലാത്ത ആളുകൾ ആ പരിചയമുള്ള ആളുകളെ കൂലിക്ക് ആളിനെ എടുത്ത് ഒക്കെ ചെയ്തു പോകും. അപ്പോൾ ഇതിനകത്ത് ഹറാസ്മെൻറ്റ് കൃത്യമായി നടക്കുന്നു. മൊത്തത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിലപാട് വളരെ ശരിയായ നിലപാടല്ല. അതിനുമപ്പുറത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയാണ്. ഞാനെന്ന് പറഞ്ഞാൽ ഒരു പുതിയ BLOയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു പരിമിതിയുണ്ട്. നമുക്കാണെങ്കിൽ ഈ പുതിയ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തീരമേശയിൽ പുതിയ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് ഈ ഫോം വിതരണം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോം എങ്ങനെ കൊണ്ട് കൊടുക്കാൻ പറ്റും? ആൾക്കാർ അറിയുന്നതിൽ നമുക്ക് ഈ ഫോം വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സമ്മർദ്ദമുണ്ടോ? വളരെ പെട്ടെന്ന് തീർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക സമ്മർദ്ദം ഒരുപാട്. ഇനി അറ്റാക്ക് ഒന്നും ചാവുമെന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ ഒരു ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു 50% ആൾക്കാരും അറ്റാക്ക് വന്ന് മരിക്കും, എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ആ തരത്തിൽ ജോലി നഷ്ടപ്പെടും അല്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകുന്ന അത് സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം ഫോൺ വിളിച്ചിട്ട് അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് പറയാറുണ്ട്. അതൊക്കെ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. AK അഭിലാഷ് കോഴിക്കോട് നിന്ന്, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും. ആദ്യം ഞാൻ അരുണിലേക്ക് പോവുകയാണ്. അരുൺ ഇപ്പോൾ അനീഷിന്റെ വീട്ടിലാണുള്ളത്. അരുൺ, ആ കുടുംബം വലിയ വിഷമത്തിലാണ്. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള ജോലി സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. അതിനോടുള്ള അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാവുകയാണല്ലോ. എന്താണ് ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ നൽകാവുന്ന വിവരം അരുൺ? സ്മൃതി, അനീഷ് ജോർജിന്റെ മരണത്തിന് ശേഷം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ നോഡൽ ഓഫീസർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അതിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി നൽകിയിട്ടുള്ള റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം അനീഷ് ജോർജ് നേരിട്ടിട്ടില്ല എന്ന പരാമർശം ആ റിപ്പോർട്ടിലാണുള്ളത്. അത്തരത്തിൽ കൃത്യമായി അനീഷ് ജോർജിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ ഇനുമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിൽ 90% കൃത്യമായി പൂർത്തിയാക്കാൻ അനീഷ് ജോർജിന് സാധിച്ചിരുന്നു. അതിൻ്റെ വിലയിരുത്തൽ നടത്തിയതിനു ശേഷം ഇവിടുത്തെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ ഈ മരണത്തിന് തൊട്ട് തലേ ദിവസം ഈ അനീഷ് ജോർജിനെ വിളിച്ച് ആ കാര്യങ്ങൾ ചോദിച്ചു. ഇനി അവശേഷിക്കുന്ന ഈ ഫോറം കൊടുക്കുന്നതിന് വേണ്ടി, വിതരണം ചെയ്യുന്നതിന് വേണ്ടി, ഫോമുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ സഹായം ആവശ്യമാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സഹായം വേണ്ട എന്നാണ് അനീഷ് ജോർജ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും ജോലി സമ്മർദ്ദം അനീഷ് ജോർജ് നേരിട്ടിട്ടില്ല എന്നതാണ് ജില്ലാ കളക്ടർ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് പൂർണ്ണമായും അനീഷ് ജോർജിന്റെ കുടുംബം തള്ളുകയാണ്. രാവിലെ അനീഷ് ജോർജിന്റെ സഹോദരി ഭർത്താവ് നൽകിയിട്ടുള്ള പ്രതികരണം, അനീഷ് ജോർജ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു. പല രാവു പകലില്ലാതെ ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബത്തിന്റെ കാര്യങ്ങളിൽ, കുട്ടികളുടെ ആശുപത്രി പോകുന്നതിന് വേണ്ടി പോലും അനീഷ് ജോർജിന് വരാൻ സാധിച്ചിരുന്നില്ല. അത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിരുന്നു. പകൽ മുഴുവൻ ഈ ജോലിയിൽ ഏർപ്പെട്ട് വൈകുന്നേരം ഇതിൻ്റെ ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ട ജോലികളിൽ കൂടി ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ഈ ജോലിയിൽ മുഴുവൻ സമയം ഏർപ്പെടുന്ന സാഹചര്യം. അനീഷ് നേരിട്ട സമ്മർദ്ദത്തെക്കുറിച്ചാണ് കുടുംബം പറയുന്നത്. വലിയ പ്രതിഷേധമാണ്. 25,000 BLOമാരാണ് ഇന്ന് ജോലി മുടക്കിക്കൊണ്ട് പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. AK അഭിലാഷ്, വലിയ പ്രതിഷേധ പരിപാടിയാണല്ലോ, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധം തന്നെയാണ്. അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രതിഷേധ പരിപാടികളിലേക്ക് ഇവർ കടക്കുകയും ചെയ്തത്. ഇപ്പോൾ കോഴിക്കോട് കളക്ടറേറ്റ് മുന്നിൽ, കളക്ടറുടെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധ സമരമായി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളാണ്. BLOമാരായ സ്ത്രീകളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടുന്ന് ഏത് ഘട്ടം വരെയാണ് സമരം കൊണ്ടുപോകുന്നത്? ഏത് ഘട്ടം വരെ സമരം കൊണ്ടുപോകാനാണ്? സമരം ഇതൊരു തുടർന്നു പോകാനുള്ള സാധ്യതകളാണുള്ളത്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് ഈ കാര്യങ്ങളിലുള്ള ആശങ്കകൾ രേഖാമൂലം എഴുതി കൊടുത്തതാണ്. പക്ഷേ ആ വിഷയത്തെ ഗൗരവമായി അതിൻ്റെ അധികാരികൾ അത് കണ്ടില്ല.
ഏറ്റവും താഴെത്തട്ടിലുള്ള BLOമാരും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ ജീവനക്കാരും കടുത്ത മാനസിക സംഘർഷത്തിലാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരരംഗത്ത് നിൽക്കുന്നത് വളരെ വൈകാരികമാണ്. കാരണം ഞങ്ങൾ ഇത്തരം ആത്മഹത്യക്കുള്ള സാധ്യതകൾ വരെ മുൻകൂട്ടി കണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ സംസാരിക്കുന്ന സമയത്ത് അതിന്റെ പുച്ഛത്തോടെയും ഒരു സർവീസ് സംഘടന എന്നുള്ള നിലയ്ക്ക് അതിന്റെ നേതാക്കന്മാർ അതിന്റെ റെപ്രസെന്റേഷന്റെ ഭാഗമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും ഞങ്ങളുടെ നേതാക്കന്മാരെ കേസിൽപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ വരെ പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിൽ ഇതിന്റെ തുടക്കം മുതൽ ഇത്തരം കാര്യങ്ങളിലുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുതന്നെ വളരെ അനുഭവ പശ്ചാത്തലമുള്ള ഈ മേഖലയിൽ പ്രത്യേകിച്ച് താഴെത്തട്ടിൽ ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കുന്നവർ NGOമാർ ഉൾപ്പെടെയുള്ള BLOമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ വിഷയങ്ങളെ കാണാതെ കേരളത്തിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർമാരും അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരും ദന്തഗോപുരവാസികളായി നിൽക്കുകയാണ്. ഓൺലൈൻ മീറ്റിംഗുകളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. പല റിവ്യൂ ആണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഓൺലൈൻ മീറ്റിംഗിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദം നേരിടുന്നുണ്ടോ? കടുത്ത സമ്മർദ്ദങ്ങളാണ്. ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഇന്ന ബൂത്തിലെ ഇന്ന BLOന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ആ യോഗത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള ഒട്ടേറെ ആരോപണങ്ങൾ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത്തരം നോട്ടീസുകൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. കോഴിക്കോട്ട് സബ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് അത്തരം നോട്ടീസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും സാധാരണക്കാരായ ആരാലും എന്ത് ചെയ്താലും തങ്ങളുടെ ധിക്കാരം നടക്കുമെന്നുള്ള രീതിയിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ ടാർഗറ്റ് നിശ്ചയിക്കുന്നത് പോലെ ഇങ്ങനെ ഈ ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയിട്ടുള്ളത്? ഇവിടെ നൽകിയിട്ടുള്ള നോട്ടീസ് നമ്മൾ കാണുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്നത്. ഒരു സമഗ്രമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം ആണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഭാവനം ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രക്രിയ നടക്കുമ്പോൾ നവംബർ മാസം 4-ാം തീയതി തുടങ്ങി ഡിസംബർ മാസം 4-ാം തീയതി അവസാനിച്ച് ഡിസംബർ 8-ാം തീയതി ഇതിന്റെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഫെബ്രുവരി മാസം 7-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇപ്പോഴാണ് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തിടുക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടല്ലോ. തങ്ങളുടെ ജോലി സമ്മർദ്ദത്തെ കുറിച്ചാണ് BLOമാർ പ്രതികരിച്ചിരിക്കുന്നത്. അവർ വൈകാരികമായി തന്നെ പ്രതികരിക്കുകയാണ്. അവർ പ്രതിഷേധത്തിലാണ്. 25,000-ഓളം BLOമാരാണ് സമരത്തിലുള്ളത്.